വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ.എസ്.എസ്.പി.ഐ സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുമ്പിൽ ധർണ നടത്തി. കെ.എസ്.എസ്.പി.ഐ സംസ്ഥാന വ്യാപകമായി അവകാശ നിഷേധനത്തിനെതിരെ ട്രഷറികൾക്ക് മുമ്പിൽ നടത്തിയ ധർണയുടെ ഭാഗമായി പാലക്കാട് സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി വി. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ നമുക്ക് 21 ജനുവരിയിൽ തന്ന ക്ഷാമബത്തയ്ക്ക്, അതുപോലെ തന്നെ 21 ജൂലൈ മാസത്തിൽ തരുന്ന ക്ഷാമബത്തയ്ക്ക്, അത് കഴിഞ്ഞത് ഇപ്പോൾ വരുന്ന 22 ജനുവരിയിൽ തരേണ്ടുന്ന ക്ഷാമബത്ത, അതാണ് ഇപ്പോൾ കിട്ടിയത്. ആ ക്ഷാമബത്തയ്ക്കൊന്നും തന്നെ 39 മാസം വീതം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെയാണ് ആയത്. എന്ന് പറഞ്ഞാൽ 118 മാസങ്ങളിൽ ക്ഷാമബത്ത കുടിശ്ശിക നമുക്ക് നഷ്ടപ്പെട്ടു. 118 മാസം എന്ന് പറഞ്ഞാൽ 39ന്റെ 3 പറഞ്ഞാൽ 117 വരുള്ളൂ എന്ന് കണക്ക് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ക്ഷാമബത്തയുടെ കാര്യം ഓർക്കുന്നുണ്ടോ? ജീവനക്കാർക്ക് എന്ന് കൊടുക്കുന്നുവോ അന്ന് തൊട്ട് കൊടുക്കാമെന്നാണ് ഉത്തരവാക്കിയത്. നമ്മുടെ പെൻഷൻ അഡ്വാൻസ് പെൻഷനാണ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം ഇപ്പോൾ നമുക്ക് ഈ 3% കിട്ടി. ഏപ്രിൽ മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് കൊടുക്കുന്നത് മെയ് മാസം 1-ാം തീയതിയാണ്. അന്നേ അവർക്ക് ഈ ക്ഷാമബത്ത കിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ തന്നതെങ്ങനെയാണ്? നമുക്ക് 1 മാസം കൂടി കഴിഞ്ഞ് പെൻഷൻകാർ, അത് വയസ്സായവർ, ഒന്നും ചെയ്യില്ല അവർ, അതുകൊണ്ട് അവർക്ക് എപ്പോഴെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് 1 മാസം കൂടി അതിൽ കൂടെ വെട്ടിച്ചു. സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന ഉന്നയിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TP ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭരതരാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭക്തവത്സലൻ, EM ബാബു, K. ഭാസ്കരൻ, MV രാമചന്ദ്രൻ, MV വിജയകുമാരൻ, ബാലൻ പുതുശ്ശേരി, അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. പുതുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് V. അച്യുതൻ സ്വാഗതവും ശിവാനന്ദൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.